ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്കെതിരെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ചാനൽ, ഒരിക്കലും ആരും അറിയാത്തൊരു ചാനലിൽ നമുക്കെതിരെ ഒരു ന്യൂസ് വരികയും നിങ്ങൾ കേസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് നമ്മൾ ഒക്കെ കണ്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് നൂറുകണക്കിന് ആളുകൾ നമ്മളെ വിളിച്ചു പാനിക്കായി, ഇതെന്താണ് സംഭവം, സത്യം എന്താണെന്നൊക്കെ ചോദിച്ചു. സത്യത്തില് നാളെ ഞായറാഴ്ചയാണ്, ഇന്ന് മറ്റന്നാൾ ദീപാവലിയാണ്. അപ്പൊ ദീപക് സാറ് ഓട്ടോമാറ്റിക്കായിട്ട് ദീപാവലിയുടെ ഒരു ചെറിയ ആഘോഷത്തിലായിരുന്നു, അതോടൊപ്പം തന്നെ കോടതിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തിരക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഏകദേശം 3 മണിക്ക് നമുക്കൊരു ചെറിയ മീറ്റിംഗ് കൂടാം. അങ്ങനെ ആ 3 മണിക്ക് അദ്ദേഹം വന്ന മീറ്റിംഗിൽ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ആശങ്കകളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പൊ നമ്മൾ ആവശ്യപ്രകാരം സാറ് തന്നെ നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയണം, കാരണം ജനങ്ങളെല്ലാം പാനിക്കാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഒരു ന്യൂസ് കൊണ്ട് എത്ര പേര് കേസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ പലരും കേസ് കൊടുത്തുകൂടാ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. സാറ് വന്ന് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഒരു പക്ഷേ ജനങ്ങളെല്ലാം അവർ വിശ്വസിക്കുമെന്നുള്ള നമ്മുടെ ഒരു വാക്കിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ വരാം, തിരക്കിലാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ നിമിഷം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദി പറയുകയാണ്. കാരണം തിരക്കുണ്ടായിട്ട് പോലും ഈ ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ വിഷമിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് അധികമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സമയം കളയുന്നില്ല. ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രിയപ്പെട്ട ദീപക് പ്രകാശ് സാറ്, അദ്ദേഹം ആ തിരക്കിന്റെ ഇടയിലും നമ്മുടെ കൂടെ നമുക്ക് വന്ന് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. ഏറ്റവും സ്നേഹത്തോടെ, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് സാർ, ഈ വെൽക്കം, ഈ മീറ്റിംഗിലേക്ക് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ വോയിസ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു നടപടിയായിട്ട് കാണണ്ട. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തോ ഒരു വലിയ അപകടം സംഭവിച്ച പോലെ കാണേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇതിനെ കുറിച്ചിട്ട് നമ്മളുടെ വക്കീൽമാർ മുമ്പ് ഒരു അപേക്ഷ കൊടുത്തിരുന്നു, നമ്മൾക്ക് ആർക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ള, എന്താണ് കാര്യങ്ങൾ. ഇത് ഇത്രയും കാലം നടന്നിട്ടുള്ള കേസിന് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നടപടിക്രമം മാത്രമാണ് പറയുന്നത്. കാരണം ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ നടത്തി വന്നിരുന്ന ആ പ്രവർത്തനം നടത്തിയിരുന്നില്ലെങ്കിൽ പരിപൂർണമായും ഈ കമ്പനിയുടെ അസറ്റ്സ് ബാക്കിയുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള നടപടിയുടെയുമായിട്ട് അവർ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കോടതിയിൽ വരികയും കോടതി നമ്മളോട് റിവൈവൽ പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സൊസൈറ്റി നൽകിയ കേസിന് അനുകൂലമായിക്കൊണ്ട് നിലപാടെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലുള്ള എല്ലാ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് ഒരു റൂട്ടീനായിട്ടുള്ള സാധാരണയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ തിങ്കളാഴ്ച അവധിയാണ്, ചൊവ്വാഴ്ച ഈ കേസ് ഫയലിനോട് കൂടിയിട്ട് ഇതിൻ്റെ മാറ്റം വരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചിരുന്നു. ഇത് ചെയ്ത് ഈ പറയുന്ന ഡെപ്പോസിറ്റ് വാങ്ങി നിങ്ങളെ വഞ്ചിച്ചു എന്നോ നിങ്ങളെ ചതിച്ചോ എന്നോ പറയുന്ന ആളുകൾക്ക് ആ വാങ്ങിച്ച ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു നടപടി കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന 30,000-ഓളം ആളുകൾ ഓൾറെഡി നമുക്ക് നമ്മളുടെ വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അതിന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല. അതുകൂടാതെ ഇന്ന് തന്നെ ഇത് കിട്ടി, ഇന്നത്തെ വർക്കിംഗ് ഡേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ബിനീഷിന്റെ പേരിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ നമ്മൾ നടത്തുന്ന ഈ റിവൈവൽ പരിപാടിയെ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ശബ്ദം കേൾക്കാതെ ആവുന്നുണ്ടോ? ഹലോ, കോള് പോയിട്ടുണ്ടോ? ഹലോ, എന്തോ സൗണ്ട് ഒക്കെ ആണ് സാറേ, സൗണ്ട് ഒക്കെ ആണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലേ? അല്ല, നമ്മൾ ഈ നടത്തുന്ന ഒരു പരിപാടികളുടെ വളരെയധികം ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇതിനെ ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടി ഇതിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ പോയി കാണുകയും ചിലപ്പോൾ അത് നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളെ
ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കോടതിയിൽ പോയി പറയുന്നത് ഞങ്ങൾക്ക് ഈ ബിസിനസ് റിവൈവ് ചെയ്യണമെന്നാണ്. അതിൽ ആവശ്യപ്പെട്ട ഇത്രയും കാലം വന്ന FIR-ൽ വന്ന പൈസ നമ്മളിപ്പോ നമ്മളുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് എന്നതിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ കമ്പനിയുമായി താല്പര്യമില്ലാത്ത ആളുകൾ, ആരെയും തെറ്റിദ്ധരിക്കപ്പെട്ട് പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾക്കറിയാം, ഒരു കാര്യത്തിൽ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ കൂടി ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒരു വലിയ വിഭാഗം ആളുകൾ വളരെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ഒരു ചെറിയ വിഭാഗം ആളുകൾ അതിൽ താല്പര്യമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടി കണ്ടുകൊണ്ട് ഞാൻ അധികം നീട്ടി പറയുന്നില്ല. കാരണം ഇവിടെ ഇപ്പോഴും ഓഫീസിൽ ആളുകൾ ഇരിക്കുകയാണ്. ഇവിടെ ധൻതെരേസ് എന്ന് പറഞ്ഞൊരു ഇതാണ്. നാളെ ദീപാവലിയാണ്, കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. ഇടയ്ക്ക് കൂടി നിങ്ങൾക്ക് ആളുകൾക്ക് ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നമ്മളത് വിളിച്ച് ചോദിക്കുകയും അങ്ങനെ അവരൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എന്ന് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ അടുത്ത മാസം 14 തീയതി വരെ ഇതുപോലുള്ള അപേക്ഷകൾ സ്വീകരിച്ച് അത് കൺസോൾട്ടേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ മുമ്പിൽ കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളുകള്, ജീവൻ നയിച്ചിരുന്ന ആളുകള് അവർ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിലേക്കാണ് പോകുന്നത്. കാരണം നിങ്ങളും കമ്പനിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് കോടതിയിൽ പറഞ്ഞാൽ പിന്നെ ആർക്കാണ് പ്രശ്നമുള്ളത് എന്നാണ് കോടതി ചോദിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വരട്ടെ. അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതൊരു ആർബിട്രേഷന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുള്ള ആളുകൾക്ക് ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആർബിട്രേഷന് പോകാൻ വേണ്ടിയുള്ള നടപടി എടുക്കാം. അല്ലാതെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് വന്നാൽ, അതും ഈ കമ്പനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ കേസ് വരുന്നത് വരെ ആൾ കൃത്യമായി പൈസ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അടുത്ത കാലത്താണ് ഈ കേസ് എടുത്തെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ FIR വരുന്നത് വരെ ആർക്കും തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റോ പൈസ കിട്ടുന്ന കംപ്ലൈന്റോ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആണെങ്കിൽ ഈ FIR-ന് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും തടസ്സം വന്നതെങ്കിൽ അത് നമുക്ക് മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ കമ്പനിയുമായി പോലീസ് കേസിൽ ഈ 67 പേരോ 66 പേരോ പറയുന്ന രീതിയിലൊരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്, ജില്ലാ കളക്ടർക്കുണ്ട്, ഈ കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്ന ആളുകൾക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടതെന്ന് പറഞ്ഞു പോകുമ്പോൾ കോടതി നമ്മളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. HRCS-ന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയ നമ്മളുടെ അപേക്ഷയിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ കമ്പനി റിവൈവ് ചെയ്യണമെന്നായിരുന്നു, തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു. ആ അപേക്ഷ കോടതി ഫയൽ സ്വീകരിച്ച് നമ്മളോട് ആവശ്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ അതിനടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് റിപ്ലൈ പോലീസിന് ഫയൽ ചെയ്യാം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കേസ് കമ്പനിയും ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ മെമ്പേഴ്സ്, നിങ്ങൾ പരസ്പരം ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ മെമ്പേഴ്സ് ആകാം, സബ്സ്ക്രൈബേഴ്സ് ആകാം, നിങ്ങളാണല്ലോ അതിന്റെ ആളുകൾ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ മറ്റുള്ള ആളുകൾക്ക് ആർക്കും പ്രത്യേകിച്ചിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും പറയുന്നു, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള നിയമം അറിയുന്ന കോടതിയിൽ പോകുന്ന അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും കൂടി ചേർന്ന് കോടതിയിൽ കൊണ്ടുപോയി പറയട്ടെ. കോടതി തീരുമാനിക്കുമല്ലോ. അതുവരെ നമ്മൾക്ക് നമ്മളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, ഇതിൽ വന്ന കംപ്ലൈന്റിൽ ചില നിയമത്തിന്റെ ചില നൂലാമാലകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇന്ത്യയിൽ മറ്റാൾ ചെയ്യുന്ന ബിസിനസ്സും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് തരുന്നത്
നിങ്ങളുടെ റെമ്യൂണറേഷൻ കാര്യങ്ങൾ തരുന്നത് ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ എല്ലാ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നമ്മളുടെ റെമ്യൂണറേഷനോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവോ അതുപോലെ ബോണസ് ഒക്കെ ആയിട്ട് പല ആൾക്ക് പല രീതി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് നിയമത്തിൽ വന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് ഒരു എമൗണ്ട് വരികയും അതേ അക്കൗണ്ടിൽ തന്നെ വീണ്ടും വീണ്ടും പലർക്കും അതന്നെ എടുത്ത് പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ കൂടി 2017 ഒരു ഉത്തരവുണ്ട്. അതിൽ ചില വയലേഷൻസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ കോടതിയിൽ ഇനി ഇതുപോലുള്ള ഏതെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. ഇത് കോമ്പൗണ്ട് ചെയ്യാം. ഈ ബുദ്ധിമുട്ട് പറ്റിയ ആളുകളും കമ്പനിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലായാൽ തീർന്നു പോകാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വല്ല പെശകളും വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് പോകാം. കാരണം ഇത് കോമ്പൗണ്ടിങ് ആണ് പറയുക. അത്രയേ ഉള്ളൂ. അതിലും വലിയൊരു പ്രോബ്ലം ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നുണ്ടായ ഈ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരും ഒരു തരത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇതൊരു റൂട്ടീൻ നടപടിയായിട്ട് വന്നതാണ്. അതിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ ഒരാഴ്ച ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ തുടർന്നു കൊണ്ടുപോയിരുന്നത് അതുമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിയമത്തിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക, ഒരു റിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ ഒരു കേസ് വന്നു, ഒരു ഫ്രൂട്ടും ഇല്ലാത്ത കുറച്ച് കേസുകൾ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമില്ലല്ലോ. ഈ കമ്പനി അടച്ചുപൂട്ടി ഈ പൈസ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടി അല്ലെങ്കിൽ ഈ ED-യും ഇൻകം ടാക്സും ബാക്കിയുള്ള എല്ലാവരും GST എല്ലാം കഴിഞ്ഞ് വല്ല ബാക്കിയുണ്ടെങ്കിൽ ആൾക്ക് വീതിച്ചു കൊടുക്കുന്ന കാര്യം കൊണ്ട് എന്ത് ക്രിയാത്മകമായ നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പം ഞാൻ മനസ്സിൽ 25,000-30,000 ആൾക്കാർ ഓൾറെഡി വക്കാലത്ത് ഒപ്പിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾ വന്ന് കോടതിയിൽ പറയുമ്പോൾ ഈ പറയുന്ന ഒരു ചെറിയ വിഭാഗത്തിന്റെ കോടതി ഇത് പറയാൻ പോകുന്ന കാര്യം ഇതാണ്: നിങ്ങൾക്ക് ആർക്കാണോ പരാതി ഉള്ളത് അത് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ പരാതി വേറെയും ഈ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളുടെ പ്രവർത്തനം രണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ 25,000-30,000 പേരുകളിൽ 60-65 പേരുകൾ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൽ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ ഇന്നലെ എൻ്റെ ഓഫീസിൽ നിന്ന് പരിശോധിച്ചു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി.com അവൈലബിൾ ആണ്, .in അവൈലബിൾ ആണ്, വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ആകെ ആളുകൾ നിങ്ങളുടെ കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. 200 കോടിയോളം രൂപ ബാങ്കിൽ ഒരു കമ്പനിക്ക് അതിന് അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട പൈസയ്ക്കുള്ള പൈസ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു വലിയ ബുദ്ധിമുട്ടാണത്. കാരണം ഈ സംഭവങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കാനുള്ള, ഓൺലൈനിൽ നിങ്ങൾ പേ ചെയ്യാനുള്ള പൈസ പേ ചെയ്യുകയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ HROTTയുടെ കുറച്ച് ഫീസ് ബാക്കിയുണ്ട്. ഈ കാര്യം ചെയ്ത് ഇതിന് പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോഴാകെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ലിക്വിഡിറ്റി പ്രോബ്ലം കൊണ്ട് കമ്പനിക്ക് ഈ ഫീ പേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്ന് പോയിട്ടുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ, അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ അത് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്നുണ്ടായിട്ടൊരു ചേഞ്ച് ആലോചിച്ചു. 2 വർഷത്തോളമായിട്ട് കേസ് നടത്തുകയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടായിരുന്നില്ല. ഓരോ തീയതിയിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഒരു ലക്ഷ്യം, വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോവുകയാണ്. ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു റിവൈവൽ പാക്കേജ് കൊടുത്തുകൊണ്ട് സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ട് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം നടത്തുക എന്നതാണ് നമ്മുടെ തീരുമാനം. അതിന്റെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. 3 കേസുകളാണ് കോടതിയിൽ ഞാൻ ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഡീറ്റെയിൽസ് ഞാൻ മുഴുവൻ പറയുന്നില്ല. കാരണം ഈ വീഡിയോ പല ഭാഗത്തും ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. മറ്റുള്ള ആളുകൾ അവർ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ വരുന്നതും അത് ഞാൻ
കണ്ടു കുറച്ച് ആളുകളൊക്കെ എൻ്റെ നിയമ വിവരത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ കുറെ ആൾ സംശയമൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മളുടെ ഓരോ മലയാളിക്കും നമുക്കറിയാലോ, നമ്മളെ മലയാളികളുടെയൊക്കെ ഒരു ധാരണ അവരെ അത്ര വിവരമുള്ള ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ വിവരമൊന്നും നിങ്ങൾ എന്നെ എൻഗേജ് ചെയ്ത കക്ഷികൾ മാത്രം ചോദിച്ചാൽ മതി. അവർക്ക് മാത്രമേ ആൻസർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ നാട്ടിലൂടെ പോയിട്ട് എവിടെയെങ്കിലും പോയി ചോദിക്കുന്ന ആളുകൾക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ മെസ്സേജ് കണ്ട് ഞാൻ പറഞ്ഞു. പല ഭാഗത്തും പല ആളുകളും നിന്നിട്ട് ഞാൻ ഈ 4 കാലുള്ള ആളുകാരെന്ന് പറയുന്നില്ല, ഞാൻ മനുഷ്യന്മാരെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് അവരെ കമ്പയർ ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പല ശബ്ദങ്ങളും ബിയിൽ തുടങ്ങുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട്, കുറെ ശബ്ദങ്ങളുണ്ട്. അതൊന്നും ഉണ്ടായിക്കോട്ടെ. കാരണം അതിലേക്കൊന്നും ഞങ്ങൾ പോവാനോ ഇമോഷണലായിട്ട് നിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ, അവരുടെ സാധാരണ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിലേക്ക് വേണ്ടി സഹകരിക്കുക. മറ്റുള്ളവർക്ക് ബോധം മാറി നിൽക്കാം. അതിനു പകരം ഇത്രത്തോളം വളരെയധികം ശത്രുതയോട് കൂടി ഒരു നല്ല പ്രവർത്തനത്തെ പിടിച്ച് പിന്നോട്ട് വലിക്കുകയും അതിന് കുതികാൽ വെട്ടുകയും എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഒരു പ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല എന്ന് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിയമപരമായിട്ട് പോകൂ, നിങ്ങൾ ചെയ്യൂ. അത് നേരിടാനുള്ള തൻ്റെ ഇടവും ശക്തിയും വിശ്വാസവും വിവരവും ഇതിന് നിയമം വക്കീൽമാർക്കും അതിന് ബാക്കി ആളുകൾക്കുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളുണ്ട് എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പൈസ കിട്ടാനോ കാര്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂ. എങ്ങനെയാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ച ഒരാള് 99,000 രൂപ തിരിച്ചു വാങ്ങിച്ചിട്ട് 1 ലക്ഷം രൂപയ്ക്ക് വീണ്ടും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ശ്രദ്ധിക്കാൻ കഴിയുക? ഹൈക്കോടതിയിൽ ജഡ്ജിമാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഇതിന് ഒരു വ്യക്തമായ രീതി, അതുകൊണ്ടാണ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു സൂട്ട് ഫയൽ ചെയ്യണം. അവരുടെ രേഖകളും ഇത്രയും കാലത്തെ ഒരു അക്കൗണ്ടും കൊണ്ടുവന്നിട്ട് ഒരു ഏജൻസിയെ ഇവരെ ഒരു അതോറിറ്റിയുടെ മുമ്പാകെ ഒരു കോടതിയുടെ മുമ്പാകെ തീരുമാനിക്കട്ടെ, ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ, ഇത്ര രൂപ കിട്ടാനുണ്ടെന്ന് പറയട്ടെ. ആ സമയത്ത് അതില് വിവരമുള്ള, അതിനെക്കുറിച്ച് അറിയുന്ന ആള് തീരുമാനമെടുത്ത് പറയും. അവർ കാശ് വേണോ, ഇതാണ് അക്കൗണ്ട്സ്, അത് പരിശോധിക്കുന്ന സിസ്റ്റം വേണം. അത് വേറെ 67 പേരോ 65 പേരോ 70 പേരോ ഇനി 100 പേരോ 200 പേരോ വരട്ടെ, അവർ ചോദിക്കാനുള്ള കാര്യം ചോദിക്കട്ടെ. അത് ചെയ്യാൻ സംവിധാനം നമുക്കുണ്ടല്ലോ. അതിന്റെ അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഇത്രയും വലിയ ജനവിഭാഗം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോട് നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, നമ്മൾക്ക് ഇന്നതുവരെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച 1.5 ആഴ്ച നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തടസ്സവും വന്നിട്ടില്ല. ഇന്ന് വന്ന ഈ ഉത്തരവ് ഒരു തരത്തിലും ബാധിക്കില്ല. ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 20 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് 10 മിനിറ്റ് ആയിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാൻ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വീണ്ടും പറയാണ്, നമ്മളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സവും നേരിട്ടിട്ടില്ല. നമ്മളുടെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി എല്ലാം തയ്യാറാണ്. നിങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കമ്പനിയുടെ, ഈ പ്രസ്ഥാനത്തിന്റെ, ഇതുമായി നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനമായി മുന്നോട്ട് പോവുക. തടസ്സത്തെ തട്ടി മാറ്റിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോവുക. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ തൊഴിലും തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുക. അതിന് നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട എല്ലാ സഹായവും ലഭിക്കും. നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വലിയ നന്ദി, സന്തോഷം. താങ്ക് യു വെരി മച്ച്.